അപ്പൊ നമ്മൾ വിചാരിക്കും കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങുന്നതുകൊണ്ടാണ് കൂർക്കം വലിക്കുന്നതെന്ന്. പക്ഷെ സ്ഥിരമായിട്ട് മൂക്കടപ്പും ജലദോഷവും രാത്രി സമയത്ത് ചുമയും അതിന്റെ കൂടെ കൂർക്കം വലി ഉണ്ടെങ്കിൽ അഡിനോയിഡ് ആണോ എന്നുള്ളതൊന്ന് നോക്കുന്നത്. എങ്ങനെയാണ് അഡിനോയിഡ് പ്രോബ്ലം ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുക. കുഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ എപ്പോഴും ശബ്ദത്തോടെയുള്ള ശ്വാസം, ഒരു കിറുകിറുപ്പോടെയുള്ള ശ്വാസം, നോയ്സി ബ്രീത്തിങ് ഉണ്ടെങ്കിൽ, രാത്രി സമയത്ത് കുഞ്ഞ് വാ തുറന്ന് വെച്ച് ഉറങ്ങുകയാണ്, സ്നോറിംഗ് ഉണ്ടെങ്കിൽ, കൂർക്കം വലി നല്ല രീതിയിലുണ്ടെങ്കിൽ, കുഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ മൂക്ക് അടഞ്ഞിരിക്കുന്ന ഒരു ഫീല്, സംസാരിക്കുന്ന സമയത്ത് മൂക്ക് അടഞ്ഞിട്ട് സംസാരിക്കുന്ന പോലൊരു ഫീൽ, വിട്ടുമാറാത്ത മൂക്കൊലിപ്പ്, പ്രത്യേകിച്ച് മൂക്കിൽ നിന്ന് നല്ല കട്ടിയായിട്ട് മഞ്ഞ നിറത്തിലുള്ള മൂക്കള ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അഡിനോയിഡ് കാരണം മൂക്കിൽ നിന്നുള്ള സെക്രീഷൻസ് അവിടെ കെട്ടി നിന്നിട്ട് വരുന്നതാകാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു പക്ഷേ അതിന്റെ കൂടെ അലർജിക് റൈനൈറ്റിസും കൂടെ കാണാം, അലർജി കാരണമുള്ള മൂക്കൊലിപ്പും കാണും. ഈ അഡിനോയിഡ് വീങ്ങിയിരിക്കുമ്പോൾ അതിന്റെ ചുറ്റുമാണ് നമ്മുടെ ചെവിയുടെ യൂസ്റ്റേഷൻ ട്യൂബ് ഓപ്പൺ ആവുന്നത്. അത് കാരണം യൂസ്റ്റേഷൻ ട്യൂബ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന,